സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ ഡൽഹിക്ക് വിളിപ്പിച്ച രാഹുൽ ഗാന്ധി AICC ആസ്ഥാനത്ത് നാളെ നിർണായക കൂടിക്കാഴ്ച നടക്കും. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കും. എന്നാൽ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ പങ്കെടുക്കുമോ എന്നതിൽ അവ്യക്തത തുടരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ അടിയന്തരമായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. നാളെ രാവിലെയാകും കോൺഗ്രസ് ആസ്ഥാനത്ത് വെച്ച് മുതിർന്ന നേതാക്കളുടെ യോഗം ചേരുക. പ്രവർത്തക സമിതി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഡൽഹിയിലെത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. പ്രധാനമായി സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള വിഷയങ്ങൾ, അതോടൊപ്പം ഘടകകക്ഷികൾക്ക് സീറ്റുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ചകൾ നടക്കുമെന്നാണ് വിവരം. അതേസമയം മഹാപഞ്ചായത്ത് വേദിയിൽ അപമാനിതനായി എന്ന വലിയ പ്രയാസം പങ്കുവച്ച ശശി തരൂർ, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായ ശശി തരൂർ നാളത്തെ ഈ യോഗത്തിൽ, രാഹുൽ ഗാന്ധി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുമോ എന്നതിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. ശശി തരൂർ കടുത്ത അതൃപ്തിയിലാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ തരൂരിനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും അനുകൂലമായ ഒരു മറുപടിയല്ല തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും അനുനയ നീക്കത്തിന്റെ ഭാഗമായുള്ള ചർച്ചകൾ ഒരുപക്ഷെ ശശി തരൂരുമായി വീണ്ടും ഉണ്ടായേക്കാം. തരൂരിനെ കൂടി നാളത്തെ യോഗത്തിൽ പങ്കെടുപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ തരൂർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ് ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നാളെ ചേരുക. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന് കീഴിലുള്ള സെന്റർ ഫോർ എക്സലൻസ് ഇൻ മൈക്രോബയോം മുഖ്യമന്ത്രി നാളെ നാടിന് സമർപ്പിക്കും. മൈക്രോബയോം ഗവേഷണങ്ങൾ ഒറ്റക്കുടക്കീഴിലെത്തിക്കുന്ന രാജ്യത്തെ ആദ്യ സ്ഥാപനമാണ് കഴക്കൂട്ടം ഇൻഫ്രാ പാർക്കിൽ ആരംഭിക്കുന്നത്. മൈക്രോബയോളജി, മോളിക്യുലാർ ബയോളജി ലാബോറട്ടറികൾ, ആനിമൽ സെൽ കൾച്ചർ സൗകര്യങ്ങൾ, ഇൻക്യുബേഷൻ സ്പേസുകൾ, സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ, പരിശീലന സെമിനാർ ഹാളുകളും ഇവിടെ സജ്ജമാണ്. ചടങ്ങിൽ വെച്ച് സംസ്ഥാന സൂക്ഷ്മാണുവിന്റെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.